സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള യോഗത്തിൽ ഏറ്റവും അയോഗ്യമായതിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ശൈലിയുമാണ്. അതുകൊണ്ടാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബ കൂട്ടായ്മയിൽ ദൈവത്തെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മധ്യത്തിൽ ഇന്ന് ദൈവം എന്നെ ദൈവവചനവുമായി കൂടെ നിർത്തിയിരിക്കുന്നു. ഇന്നത്തെ പ്രഭാത ആരാധനയിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കുടുംബം ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്കായി എന്നുള്ളതാണ്. ഫാമിലി, ദ ക്രിയേഷൻ ഓഫ് ഗോഡ് ഫോർ ഗോഡ്സ് പർപ്പസ്. മനോഹരമായ ഈ പ്രപഞ്ചം രാവിലെ തന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, ദൈവം എത്ര ഭംഗിയായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ കുടുംബം എന്നതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ലോകത്തിൻ്റെയും തലമുറകളുടെയും ഒക്കെ ഒഴുക്കിൽപ്പെട്ട് ഉണ്ടായി വന്നതാണ് എൻ്റെ കുടുംബവും ഞാനും എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ ഉൽപ്പത്തി 1:26 ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു. സ്വർഗത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ ലോകത്തിൽ കാണാനുള്ള ആഗ്രഹത്തിൽ ദൈവം സൃഷ്ടിച്ച വിശിഷ്ട പദ്ധതിയാണ് കുടുംബം. Family is the novel concept that God designed with the desire to see a slice of heaven on earth. ദൈവം ചെയ്യുന്നതൊന്നും അലക്ഷ്യമായല്ല ചെയ്യുന്നത്. ദൈവത്തിന് തൻ്റെ ഓരോ സൃഷ്ടിയെക്കുറിച്ചും വളരെ വ്യക്തമായ ഉദ്ദേശങ്ങളും പദ്ധതികളും ഉണ്ട്. സൃഷ്ടാവിൻ്റെ ഉദ്ദേശം ജീവിതത്തിലൂടെ സാധ്യമാക്കുന്നതാണ് ഏതൊരു സൃഷ്ടിയുടെയും ഏറ്റവും മഹത്വകരമായ അവസ്ഥ. സൃഷ്ടാവിൻ്റെ ഉദ്ദേശം തൻ്റെ ജീവിതം കൊണ്ട് സാധ്യമാക്കുന്നതാണ് സൃഷ്ടിയുടെ ഏറ്റവും മഹത്വകരമായ അവസ്ഥ. And so it is with the family. Fulfilling God's purpose for the family is the only way in which a family can be successful. കുടുംബം എന്ന അനുഗ്രഹം, അതിന് ദൈവം നൽകിയിരിക്കുന്ന 3 സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ നൽകിയതിലൂടെ ദൈവം എന്താണ് അതിലൂടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നതും നമ്മൾ ധ്യാനിക്കണം എന്നാണ് ദൈവം ഇപ്പോൾ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഏതൊരു കുടുംബത്തിനും ഒരു ക്രമമുണ്ട്. There is a structure for any family, an order. ഈ ഓർഡർ നിലനിർത്താനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് ഒരു നാച്ചുറൽ ഹൈറാർക്കി. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ അപ്പച്ചനും അമ്മച്ചിയും മുതൽ സജീവച്ചൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞു വരെ എന്നുള്ള ഒരു നാച്ചുറൽ ഹൈറാർക്കി, ഒരു സ്വാഭാവിക ശ്രേണി. ദൈവം ഈ നാച്ചുറൽ ഹൈറാർക്കി നമുക്ക് നൽകിയിരിക്കുന്നത് is for the smooth functioning of a family. അപ്പൻ, അമ്മ, മക്കൾ എന്നിങ്ങനെയുള്ള തലങ്ങൾ ദൈവം ആക്കിയിരിക്കുന്നത് തന്നെ അങ്ങനെ പ്രവർത്തിച്ചാൽ ഏറ്റവും സുഖകരമായി നമുക്കൊരു കുടുംബമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഹൈറാർക്കി വളരെ വ്യക്തമായി മനസ്സിലാക്കിയ അബ്രഹാമിന്റെ സന്തതികളോടാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേലേ കേൾക്ക, യഹോവ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. In other words, I am the Lord your God and I should be the first in your life. സ്വാഭാവിക ഹൈറാർക്കി ശ്രേണിയിൽ ദൈവമാണ് ഒരു കുടുംബ
ആദ്യത്തെ സ്ഥാനം വഹിക്കേണ്ടത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു കളിയുണ്ട്, ജെങ്ക. അതിനകത്ത് ഇങ്ങനെ കുറെ വുഡൻ കട്ടകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കളിക്കുന്ന മനോഹരമായ ഒരു കളി. പല ഷേപ്പുകളൊക്കെ ആ സ്ട്രക്ചേഴ്സ് എല്ലാം അതുകൊണ്ടുണ്ടാകും. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ അത് സാധാരണ നീളത്തിൽ ഒരു ആകൃതിയിലാണ് അതിൻ്റെ കട്ടകൾ. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ കൊച്ചുമോൻ ഇതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ആ കട്ടകളുടെ ഇടയിൽ ഒരു ക്യൂബ് ഷേപ്പിൽ ഒരു കട്ട ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ കട്ട ഇവനിത് എവിടെ പ്ലേസ് ചെയ്യുമെന്ന് ഞാൻ വളരെ കൗതുകത്തോടെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവൻ ആ ക്യൂബിനെ ആ സ്ട്രക്ചറിൽ ഏറ്റവും മുകളിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ സ്ട്രക്ചർ സ്റ്റേബിളായിട്ട് നിൽക്കൂ. മറ്റെന്തിനെങ്കിലും ഇടയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും താഴോ വെക്കാൻ ശ്രമിച്ചാൽ അത് മുഴുവനായി തകർന്ന് വീഴും. ഇങ്ങനെ തന്നെയാണ് കുടുംബത്തിൽ ദൈവത്തിന്റെ സ്ഥാനം. ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രഥമമായ സ്ഥാനവും ദൈവത്തിന് നൽകിയാൽ മാത്രമേ ഒരു കുടുംബം എന്ന സ്ട്രക്ചർ സ്റ്റേബിളായി നിൽക്കാൻ സാധിക്കൂ. ദൈവത്തിനെ മറ്റെന്തിനെങ്കിലും ഒക്കെ ഇടയ്ക്ക് കയറ്റാമെന്ന് കരുതിയാലും ഏറ്റവും അടിയിലേക്ക് കയറ്റി വെച്ചാലും ആ കുടുംബത്തിന് അധികകാലം നിലനിൽപ്പ് ഉണ്ടാകില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമ്മൾ കരുതുന്ന പലതിൻ്റെയും വലിയ വണ്ടിയുടെയും കാറിൻ്റെയും വലിയ വീടുകളുടെയും ഒക്കെ മുമ്പിൽ നിന്ന് നമ്മൾ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ നമ്മുടെ 3-4 തലമുറകൾ മുൻപേ നമ്മുടെ വലിയപ്പച്ചന്മാരോടും വലിയപ്പച്ചന്മാരോടും ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതിയിരുന്നത് മറ്റൊന്നുമല്ല, ഉപയോഗിച്ച് പഴകിയ അവരുടെ വേദപുസ്തകം. അത് അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയിരുന്നു അവർ പടത്തിന് നിൽക്കുന്നത്. ജീവിതത്തിൽ ദൈവത്തിന് ആദ്യത്തെ സ്ഥാനം നൽകിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാതാപിതാക്കന്മാർ പട്ടിണിയിലൂടെയും ഞെരുക്കത്തിലൂടെയും രോഗങ്ങളിലൂടെയും അകാല വേർപാടുകളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടും അവർ പടുത്തുയർത്തിയ കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. The structure of a family should remind us to honor God and give Him the first place in our life. രണ്ടാമതായി, ഒരു കുടുംബത്തിന്റെ ചലനാത്മക ശക്തി, the dynamics of a family. കുടുംബത്തിന് ദൈവം നൽകിയ മറ്റൊരു പ്രത്യേകതയാണ് സ്നേഹം. ഇന്ന് ആ കൊച്ചു മോൾക്ക് ABC പഠിക്കേണ്ടതുപോലെ തന്റെ അപ്പനെയും അമ്മയും കുടുംബങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കേണ്ടി വരാറില്ല. കാരണം ദൈവം ഒരു കുടുംബമായി ലോകത്തിലേക്ക് അയക്കുന്നവരുടെ ഇടയിൽ ദൈവം തന്നെ നൽകിയിടുന്ന ഒരു കാന്തശക്തിയാണ് സ്നേഹം. ഇന്ന് ഞാൻ സൂസൻ ചേച്ചിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഞാൻ സൂസൻ ചേച്ചിയോട് ചെന്നത്, ചേച്ചി തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ I know she will forgive me and I know she will hold me close and she will forgive me and still love me because we are family. അതാണ് ഒരു കുടുംബത്തിന്റെ സ്നേഹം. Blood is after all thicker than water. കുടുംബാംഗങ്ങൾക്ക്, ദൈവത്തിന്റെ ആത്മാവുള്ളിലുള്ള കുടുംബാംഗങ്ങൾക്ക് ദൈവം നൽകിയ മറ്റു കുടുംബാംഗങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ സ്നേഹം ദൈവം എന്തിനാണ് നമുക്ക് നൽകിയത്? ഒരു ഉദാഹരണം എടുത്താൽ, ഒരു അമ്മ കുഞ്ഞിനോട് പറയുന്നു, കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് മനസ്സിലാവും. എന്നാൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ
ദൈവത്തെ പറ്റിയും സ്നേഹത്തെ പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് അതിന് കിട്ടും എന്ന് മാത്രമല്ല, അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ദൈവസ്നേഹം അറിഞ്ഞ ആ കുഞ്ഞിന് സ്നേഹത്തിന്റെ ഉറവിടം പറ്റിപ്പോയി എന്ന് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടാകുന്നില്ലായിരുന്നു. So the love that we receive from our family members should lead us to the love of God, because that is the only love that never grows old. നല്ലതായിട്ട് തീയിടാൻ കഴിവുള്ളവരൊരു തീയിട്ട് നമ്മൾ കണ്ടാൽ അവര് ഈ പെട്ടെന്ന് കത്തുന്ന വസ്തുക്കൾ മാത്രം ഇട്ടല്ല തീ ഉണ്ടാക്കുന്നത്. ഒരു തീ അടുപ്പ് ഉണ്ടാക്കുമ്പോൾ അവര് 2 ചിരട്ടയും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പെട്ടെന്ന് കത്തി പോകുന്ന വസ്തുക്കൾ മാത്രമാണെങ്കിൽ പെട്ടെന്ന് അത് ആളിക്കത്തും, പക്ഷെ അത് പെട്ടെന്ന് അണഞ്ഞു പോകും. എന്നാൽ ഒരു ചിരട്ട അവിടെ ഉണ്ടെങ്കിൽ അത് നിന്ന് കത്തും. അണഞ്ഞു പോകാത്ത ദൈവസ്നേഹത്തിലേക്ക് നയിക്കേണ്ടതാണ് കുടുംബത്തെ നിലനിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. ഒരപ്പൻ്റെ മക്കളോട് കാരുണ്യം തോന്നുന്നതിന് അപ്പുറമായ കാരുണ്യം തോന്നും എന്ന് ദൈവം നമ്മോട് അവന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഒരമ്മ നിന്നെ മറന്നാലും മറക്കാത്തവനാണ് ഞാൻ എന്ന് ദൈവം നമ്മോട് പറയുമ്പോഴും, ഒരപ്പന്റെയും അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയും കുടുംബത്തിൽ നമുക്ക് ലഭിക്കാവുന്ന എല്ലാവരുടെയും സ്നേഹം ഒരുമിച്ച് നമുക്ക് നൽകാൻ സാധിക്കുന്നവരാണ് നമ്മുടെ ദൈവം. അങ്ങനെ the all-encompassing love of God is what demands from us. What Deuteronomy chapter 6 verse 4 says. Verse 5 says, love the Lord your God with all your heart, with all your soul, with all your mind and with all your strength. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സ്നേഹം നമുക്ക് ഒരുമിച്ച് നൽകാൻ കഴിയുന്ന നമ്മുടെ ദൈവമാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. So the dynamics of a family should be love, and this love should lead us to the unending love of God and should inspire us to love the Lord our God with all our heart, soul, mind and strength. മൂന്നാമതായി കുടുംബത്തിന്റെ പർപ്പസ്. ഒരു കുടുംബത്തിനെ കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം. കുടുംബം എന്ന അത്ഭുതത്തിന് ദൈവം നൽകിവിട്ട മറ്റൊരു പ്രത്യേകതയാണ് കുടുംബം ഒരു പരിശീലന കളമാണ് എന്നുള്ളത്. ഫാമിലി ഈസ് എ ട്രെയിനിങ് ഗ്രൗണ്ട്. നമ്മൾ കുടുംബത്തിൽ ശീലിക്കുന്നതാണ് മറ്റുള്ളിടത്ത് ചെന്ന് പുറത്ത് ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കുടുംബം എന്ന പരിശീലന കളം അഥവാ വിദ്യാലയത്തിലെ അധ്യാപകന്മാരായ മാതാപിതാക്കളും സഹപാഠികളായ കൂടപ്പുറപ്പുകളോടും കൂടെയുള്ള നമ്മുടെ ജീവിത യാത്ര നമ്മൾ ഈ ലോകത്തിൽ വന്നു പിറക്കുന്ന നിമിഷം മുതൽ തുടങ്ങുന്നതാണ്. എന്നാൽ ഈ വിദ്യാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളായി ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ വിദ്യാലയത്തിൽ ഒരുമിച്ചാണ് എങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഒരുമിച്ചല്ല, ഒറ്റയ്ക്കാണ്. ഈ ലോക ജീവിതം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് സമയമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നിത്യത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടക്കേണ്ടവരാണ്. അപ്പോൾ കുടുംബജീവിതം എന്ന അനുഭവം ഈ ഹ്രസ്വമായ ലോക ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അത് കുടുംബത്തിലെ ഓരോ അംഗത്തെയും നിത്യത എന്ന യാഥാർത്ഥ്യത്തിനായി ഒരുക്കുന്ന പരിശീലന കളങ്ങളായി തീരണം. മനുഷ്യന്റെ നിത്യത എന്ന കാലയളവ് ഒരു സമുദ്രമാണെങ്കിൽ അതിലെ ഒരു തുള്ളി മാത്രമാണ് ഈ ലോകത്തിലെ ജീവിതം. എന്നാൽ ആ സമയം ഈ ലോകത്തിലെ ജീവിതം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നിത്യത നമ്മൾ എങ്ങനെ ചെലവഴിക്കും എന്ന് തീരുമാനിക്കുന്നത്. ദൈവത്തോടൊപ്പമുള്ള സ്വർഗത്തെ പറ്റിയും സാത്താനോടൊപ്പമുള്ള നരകത്തെ പറ്റിയും ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് യേശു തന്നെയാണ്. അങ്ങനെയായിരിക്കെ ഈ 2 യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും വലിയ സത്യങ്ങളായിരിക്കെ ഇവയിലോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ നിത്യത ചിലവഴിക്കും
പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തേജന ശക്തി ആയിരിക്കണം ദൈവവചനം. അത് നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ അതിനെപ്പറ്റി പറയണം. അതിലുള്ള ഇടമാണ് കുടുംബം. കുടുംബം എന്ന അനുഗ്രഹം അനുഭവിക്കുന്ന ഈ ജീവിതത്തിൽ ദൈവത്തെയും ദൈവസ്നേഹത്തെയും മാറ്റി നിർത്തിയിട്ട് ഈ ലോകം വരുന്നത് കരുതുന്നതിന്റെ പുറകിൽ ഞാൻ പോയാൽ കുടുംബം എന്നതിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതിൽ ഞാൻ പരാജയനാണ്. കുടുംബജീവിതത്തിൽ യേശുവിനോടൊപ്പം നടക്കാൻ ഞാൻ പഠിച്ചില്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന എനിക്ക് അവരോടൊപ്പമുള്ള നിത്യത എത്ര അസഹ്യമാവുമെന്ന് ആലോചിച്ചു നോക്കി. If I do not learn to walk with the Lord Jesus in my life on earth, how suffocating will heaven be for me? Because after all, heaven is eternity with Jesus. ഈ ശരീരത്തിലെ അവസാനത്തെ ശ്വാസം പോയി കഴിയുമ്പോൾ അതുവരെ ഞാൻ ഏറ്റവും വലുതെന്ന് കരുതിയിരുന്ന എൻ്റെ വീട്, എൻ്റെ പദവി, എൻ്റെ ജോലി എല്ലാം തന്നെ ആ നിമിഷം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ലാതെ ആയിത്തീരും. ആ നിമിഷം മുതൽ യേശുവുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിന് മാത്രമേ പ്രസക്തി ഉണ്ടാകൂ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വെച്ച് യേശുവിനെ തിരിഞ്ഞു നോക്കാത്ത എനിക്ക് വേണ്ടി എൻ്റെ മരണശേഷം എൻ്റെ വീട്ടുകാരെല്ലാം എൻ്റെ പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും പേരും എന്ന് പാടുന്നുണ്ട്. ഒരു പ്രയോജനവുമില്ല. കുടുംബജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച സമയത്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കർത്താവിനെ കേട്ടായിരുന്ന ഞാൻ കർത്താവിനോടു കൂടെ വിശ്രമിക്കാം എന്നാഗ്രഹിക്കേണ്ടതേ. അതുകൊണ്ട് ഈ ലോകജീവിതം എന്ന യാത്രയിൽ കുടുംബജീവിതം എന്ന അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഈ സമയത്ത് കുടുംബം എന്ന അനുഗ്രഹത്തെ, അതിലെ ഓരോ അംഗത്തിനെയും നിത്യതയ്ക്കായി ഒരുക്കാൻ നമ്മൾ കുടുംബം ഉപയോഗിക്കണം. It is then that we fulfill God's purpose for our family, and it is then that we can rest assured that each member of our family is ready for what truly matters, eternity. And it is then that I can say, in the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on that beautiful shore. അതുകൊണ്ട് കുടുംബം എന്നത് അതിൻ്റെ ക്രമം, അതിൻ്റെ ഓർഡർ ദൈവത്തിന് ആദ്യത്തെ സ്ഥാനം കൊടുക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. Let the structure of the family remind us to give God the glory and the first place in our lives. And let the dynamics of our family, കുടുംബത്തിലെ സ്നേഹം നമ്മെ ദൈവത്തിലേക്ക്